ടവറുകളുടെ 4G സജ്ജമാക്കൽ മാർച്ചിൽ പൂർത്തിയാകുമെന്നാണ് BSNL അറിയിച്ചിരിക്കുന്നത്. 4G നെറ്റ്വർക്ക് വ്യാപകമായി അവതരിപ്പിച്ചെങ്കിലും പ്രതീക്ഷിച്ച കവറേജ് കിട്ടാതെ BSNL വരിക്കാർ വലയുകയാണ്. 4G നെറ്റ് വ്യാപകമായി അവതരിപ്പിച്ചെങ്കിലും പ്രതീക്ഷിച്ച കവറേജ് കിട്ടാതെ BSNL വരിക്കാർ വലയുകയാണ്. റേഞ്ച് ഇല്ല, കോളിടയ്ക്ക് കട്ടാകുന്നു തുടങ്ങിയുള്ള പ്രയാസവും ഏറി വരികയാണ്. ഇന്റർനെറ്റിന് വേഗമില്ലെന്ന പരാതിയും വർദ്ധിച്ചു കഴിഞ്ഞു. മാർച്ച് 31 മുമ്പ് തന്നെ സംസ്ഥാനത്തെ 6931 BSNL ടവറുകളിൽ 4G സൗകര്യം ക്രമീകരിക്കാൻ BSNL ഒരുങ്ങുകയാണ്. നിലവിൽ 4800-ലേറെ ടവറുകളിൽ 4G സൗകര്യം ഒരുക്കി കഴിഞ്ഞു. മാർച്ച് അവസാനത്തോടെ ബാക്കിയുള്ള ടവറുകളിലും 4G സൗകര്യം ഏർപ്പെടുത്തി ശൃംഖല വിപുലമാക്കാനായിരുന്നു BSNLന്റെ ശ്രമം. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ് 4G സാങ്കേതിക വിദ്യ നൽകുന്നത്. തുടക്കത്തിൽ 4G സേവനം നൽകിയ ശേഷം രണ്ടാം ഘട്ടത്തിലാകും 5G സൗകര്യം ഒരുക്കുന്നത്. ഇതിനായി ടവറിലെ ഉപകരണം മാറ്റേണ്ടതില്ല. ഇതുകൂടാതെ തന്നെ നിലവിൽ കവറേജ് പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ പുതിയ ടവറുകൾ സ്ഥാപിക്കുന്ന 4G സാച്ചുറേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് 327-ൽ 275 ടവറുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. നെറ്റ്വർക്ക് പ്രശ്നമുള്ള വനമേഖലകളിലും ഗ്രാമീണ മേഖലകളിലും ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കുന്നതാണ് പദ്ധതി. ഇതിൽ 160 എണ്ണം വനമേഖലയിലാണ്, 44 എണ്ണം സർക്കാർ ഭൂമിയിലും ബാക്കി സ്വകാര്യ സ്ഥലങ്ങളിലുമായാണുള്ളത്. MP-മാരുടെ ഉൾപ്പെടെ നിർദ്ദേശം സ്വീകരിച്ച് പുതുതായി വന്ന 17 അപേക്ഷകൾ അനുമതിക്കായി നൽകിയിട്ടുമുണ്ട്. മലബാർ മേഖലയിൽ നിന്നാണ് പുതിയ അപേക്ഷകൾ കൂടുതലും. BSNLന്റെ കേരള സർക്കിളിനു കീഴിൽ ലക്ഷദ്വീപിൽ 37 ടവറുകളിലും 4G സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മികച്ച വരുമാനമുള്ള സർക്കിൾ എന്ന പരിഗണനയിലാണ് 4G സാങ്കേതിക വിദ്യ നടപ്പിലാക്കാൻ ഇപ്പോൾ കേരള സർക്കിളിനെ തിരഞ്ഞെടുത്തത്. ടവറുകളുടെ 4G സജ്ജമാക്കൽ മാർച്ചിൽ പൂർത്തിയാകാനിരിക്കെ 4G നെറ്റ്വർക്ക് വ്യാപകമായി അവതരിപ്പിച്ചിട്ടും പ്രതീക്ഷിച്ച കവറേജ് കിട്ടാത്ത നിരാശയിലാണ് BSNL വരിക്കാർ ഇപ്പോഴുള്ളത്. മറ്റ് പല കമ്പനികളിൽ നിന്നും കൂടുമാറി എത്തിയവരാണ് BSNL കൂടുതലുമുള്ളത്. പുതുതായി എത്തിയ BSNL വരിക്കാർ അടക്കമാണ് ഇപ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.